വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിന് നമ്മളെ നാട്ടിൽ പറയുന്ന പേര് seervayakka എന്നാണ്. നേന്ത്രപ്പഴവും തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുള്ള ഒരു കിടിലൻ നാടൻ ഡെസേർട്ടാണ്. നിങ്ങളിതുവരെ കഴിച്ചു നോക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇത് പെരുന്നാളിന് മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. നമ്മൾ സെറ്റാക്കാത്ത പുഡിങ്ങൊക്കെ ഇല്ലേ, കോരി കഴിക്കുന്ന പുഡിങ്, ആ ഒരു പുഡിങ്ങിൻ്റെ പാകത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 3/4 കപ്പ് ജീരകശാല അരി, നമ്മുടെ നാട്ടിൽ പറയുന്ന കൈമ അരിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. കൈമ അരിയാണ് ഏറ്റവും നല്ലത്, കാരണം അതിന് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ 3/4 കപ്പ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൻ്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് നല്ല പച്ചപ്പഴം എടുക്കരുത്, നന്നായിട്ട് പഴുത്ത് കറുത്ത് പോയിട്ടുള്ള പഴം എടുക്കരുത്. ഈ ഒരു പാകത്തിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാകമില്ലേ, ആ ഒരു പാകത്തിലുള്ള 1 കിലോ നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ആവിച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അറ്റം മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ആവിച്ചെമ്പിലാണ് പുഴുങ്ങുന്നത്. വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൽ വെള്ളം കയറിയിട്ട് ആ വെള്ളത്തിൻ്റെ പുളി വരും. അപ്പോൾ ആവിയിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഓരോരുത്തർ എടുക്കുന്ന പഴത്തിൻ്റെ പാകത്തിനനുസരിച്ചും അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചും സമയം മാറാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഈ പഴത്തിൻ്റെ അകത്ത് സ്റ്റഫിങ് ചെയ്യാനായിട്ട് ഒരു കൂട്ടുണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഏലക്കായ ചതച്ചതും 1/4 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഉടച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് നുറുക്കിയതിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ റോസ്റ്റ് ചെയ്താൽ മതി. നുറുക്കി അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കളറ് ചേഞ്ചായി കിട്ടും. അങ്ങനെ കളറ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇടണം. കിസ്മിസാണ് സംഭവം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും വെച്ചിട്ടില്ല. ഇതും കൂടെ ഒന്ന് വീർത്ത് വരുന്ന പാകത്തിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ കൂട്ടില്ലേ, അത് ഒഴിച്ചിട്ട് നമുക്ക് മുട്ട ചിക്കിയെടുക്കണം. അതായത് മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാക്കൂലേ, ആ ഒരു പാകത്തിലാക്കിയിട്ട് എടുക്കുക. സാധാരണ ഉന്നക്കായ്ക്ക് ചിലവർ തേങ്ങ കൂടെ ചേർക്കാറുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് തേങ്ങ ചേർക്കുന്നില്ല, വെറും മുട്ടയുടെ ഫില്ലിങ് മാത്രമാണ് ചേർക്കുന്നത്. ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ആക്കിയിട്ട് തന്നെ വെക്കുക. അടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഷുഗർ ഇട്ടത് കാരണം പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പാകത്തിലായിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പഴം വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാത്രം തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ തൊലിയിലൊക്കെ ഇതുപോലെ വിള്ളൽ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഉള്ളിലുള്ള പഴം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്താണ് ഈ ഒരു വിള്ളൽ വരിക. അപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. നമുക്ക് ഇതെടുത്തിട്ട് ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പഴം നന്നായിട്ട് ചൂട് തണയരുത്, അതിന് മുന്നേ തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പം പഴത്തിന് ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് മാറ്റുന്നുണ്ട്. പഴം അരച്ചെടുക്കാൻ നിങ്ങൾക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാം. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത് അതേപോലെ അരച്ചെടുക്കാം. നല്ല ചൂടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാൽ അല്ലെങ്കിൽ ഒരു തവി കൊണ്ട് ഉടച്ചാൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ടിട്ട് അരച്ചെടുക്കുകയൊക്കെ ചെയ്യാം. മിക്സിയിലിട്ടിട്ട് അരയ്ക്കുന്ന സമയത്ത് ചിലപ്പം ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ഒരുപാട് നന്നായിട്ട് ജ്യൂസ് പോലെ അടിഞ്ഞു പോവും. നമുക്ക് അങ്ങനെ വേണ്ട, നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ചോപ്പറിലിട്ടിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്.
ചോപ്പറൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചാൽ തന്നെ നല്ല പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉടഞ്ഞ് കിട്ടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ, ആ മുട്ടയുടെ കൂട്ട്, അതിൻ്റെ ചൂടും ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. അതിന് മുന്നേ ആദ്യം നിങ്ങളെ കയ്യിൽ കുറച്ച് നെയ്യ് തടവുക. അപ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഞാൻ നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ടില്ലേ, അതിൽ നിന്ന് ഒരു നെല്ലിക്കേനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് മറ്റേ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ അമർത്തിയെടുക്കുക. വശത്തിലേക്കൊക്കെ കുറച്ച് തിന്നായിട്ട് പരത്തുക, നടുവിൽ കുറച്ച് തിക്കായിട്ട് തന്നെ നിന്നോട്ടെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് വശത്തു നിന്നും ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്യുക. ഇതിൻ്റെ അകത്ത് വിള്ളലും പൊട്ടലൊന്നും ഉണ്ടാവരുത്. പിന്നെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്കിത് ഫ്രൈ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നന്നായിട്ട് വൃത്തിയിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഉന്നക്കായ ഉരുട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പഴം ഉരുട്ടുക. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ പഴം ഉണ്ടായിരുന്നു. 1 കിലോ പഴത്തിൽ നിന്ന് ഏകദേശം എനിക്ക് 25 എണ്ണമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എണ്ണം നിങ്ങൾ ഉരുട്ടുന്ന ആ ഒരു പാകത്തിലിരിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ അരി അരയാനുള്ള പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് തരിയൊന്നുമില്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരു തരിയും ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ഏലക്കായ ചതച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുന്നുണ്ട്. 2ാം പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഏകദേശം 3 കപ്പോളം വരും ഈ 2ാം പാൽ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ച് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് സമയം, ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ മുത്താറിയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്താവില്ലേ, അതുപോലെ ആവും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വൈഡ് വിസ്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഡെസേർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തവി കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇളക്കാം, ഒരു കുഴപ്പമില്ല. സാധാരണ തവി കൊണ്ട് തന്നെയാണ് ഇളക്കുക. പക്ഷേ ആ സമയത്ത് ആദ്യത്തെ 5 മിനിറ്റ് ഇതൊന്ന് തിക്കാവുന്ന സമയം വരെ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കണം. അപ്പോൾ നമ്മുടെ സെർവയക്ക കറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തേങ്ങയുടെ 1ാം പാൽ ചേർക്കുന്നുണ്ട്. ഞാൻ 2 തേങ്ങയാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 3/4 കപ്പോളം 1ാം പാൽ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ടിന് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണ്, തിക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പശുവിൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴമില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഴം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ ചൂടുള്ള സമയത്ത് തന്നെ പഴം ഇടണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പഴമെല്ലാം നമ്മൾ ഉരുട്ടിയത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നത്. ചെറിയ ചൂടിൽ നിങ്ങൾക്ക് കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു ഡെസേർട്ട് പരിചയപ്പെടുന്നത് തന്നെ. അവരുടെ നാട്ടിൽ ഉള്ള ഒരു സ്പെഷ്യലാണ്. എല്ലാ പെരുന്നാളിനും മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്